നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കലയന്താനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തൊടുപുഴ ബിജു ജോസഫിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ജോമോൻ്റെ വീട്ടിലാണ്. ജോമോൻ്റെ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നോക്കി ആരെയും കാണുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിൽ ഒരു രണ്ട് സ്ഥലത്തും, അതായത് ബിജുവിൻ്റെ ഏരിയയിലും അതേപോലെ തന്നെ ജോമോൻ്റെ ഏരിയയിലും ഞങ്ങൾ ആൾക്കാരോട് ഇവരെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഈ ജോമോൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോക്കാരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നതിന് തന്നെ തടയുകയാണ്. നിങ്ങളവിടെ പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ അടച്ചിട്ടിരിക്കുക, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാനായിട്ട് അവർ നാട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ധാരാളം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. രണ്ട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞങ്ങൾ ഇടുകയാണ്. അതായത് ആരെയും വെള്ള പൂശാനല്ല, ചെയ്ത തെറ്റ് മഹാ അപരാധമാണ്. 2-3 കുഞ്ഞുങ്ങളുള്ള ഒരു ആളിനെയാണ് കൊലപ്പെടുത്തിയത്. അത് വളരെ ക്രൂവലായിട്ടുള്ള ഒരു കൊലപ്പെടുത്തലായിരുന്നു. അത് ചെയ്യാൻ പാടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് പരിഹരിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഇതിൻ്റെ പണം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ഒടുവിൽ ഇതേപോലെയായി. വൈഫിനെ ക്യാൻസറായി, സാമ്പത്തികമായി കടബാധ്യതകളുണ്ടായി. അതായത് പറഞ്ഞ രാജാവായിരുന്നു ചേട്ടാ എന്നാണ് പറയുന്നത്. ഇവിടെ രാജാവിനെ പോലെ ജീവിച്ചിരുന്നതാണ്. ധാരാളം കാറ്ററിങ് പലയിടത്തായിട്ടുണ്ടായിരുന്നു. പാർട്ണർഷിപ്പ് ഒന്നുകൂടെ വിപുലപ്പെടുത്താമെന്നുദ്ദേശിച്ചാണ് ബിജുവിനെ കൂടെ കൂട്ടിയത്. പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവരുടെ ബിസിനസ് പരാജയപ്പെട്ടു. അവർ തമ്മിൽ പിണങ്ങി. അത് തമ്മിൽ പലതവണ തർക്കമായി. പോലീസ് സ്റ്റേഷനിൽ കേസായി. ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ പലതവണ DYSP നടത്തുകയുണ്ടായി. അതെല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ ഇതേപോലെ സംഭവിച്ചു. ഏതായാലും നമുക്കെല്ലാവർക്കും, നമ്മളാരും നമ്മളുടെ മുറ്റത്ത് നമ്മളുടെ നാട്ടിലോ ഒരു ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് വിളിച്ച് പരിഹരിച്ച് സന്തോഷമായിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് പോകുന്ന നടപടി ഉണ്ടാകണം. കാരണം ഇവർ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം പോലും ഇവർ തമ്മിൽ കാണാതിരിക്കത്തില്ലായിരുന്നു. അങ്ങനെ അത്രമാത്രം സൗഹൃദത്തിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊലപ്പെടുത്തത്തക്ക രീതിയിലേക്ക് അവർ ശത്രുത വളർന്നുവെങ്കിൽ, ഏതായാലും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണുക. ചക്കപ്പഴത്തെ മധുരം ഉണ്ടെങ്കിൽ ഈച്ചകൾ വരൂലേ? അത് നമുക്ക് പുള്ളി ഒരു നല്ല സെറ്റപ്പ് ചെയ്യുന്നപ്പം പുള്ളിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുവാണല്ലോ. ഇത് കഴിക്കാനും മദ്യം കഴിക്കാനും ആൾക്കാർ ചെല്ലുമായിരുന്നു. അങ്ങനെ നാട്ടിൽ പല വർഷങ്ങൾക്ക് മൂലം നമ്മൾ കാണുന്ന അത് നമുക്കറിയാം. അതല്ലാതെ നമ്മൾ വേറെ അറിയില്ല. ഇങ്ങനെ ഒരു കൊലപാതകത്തെ പറ്റി കേട്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത്രയൊക്കെ നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, നല്ലൊരു അഭിപ്രായം. മാനസികമായിട്ട് എന്തോ അതിനകത്ത് ഒരു പുള്ളിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അത്രമാത്രം പുള്ളി സാമ്പത്തികം അങ്ങനെ ചോദിക്കാൻ ക്ഷമയോടെ പുള്ളി ചോദിച്ചാൽ കാണും പല കാര്യങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ തുകകൾ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോമൻ ചോദിക്കാൻ മേലെ, അല്ലെങ്കിൽ ജോമന് ചോദിക്കാൻ മേലെ എന്നൊക്കെ ഞാൻ വേറെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ചുപേരൊക്കെ അതിന് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ പലരാകുമ്പോൾ പറ്റി സാമ്പത്തികം പോവില്ലേ? പുള്ളി കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ പ്രസ്ഥാനം അത്. നമുക്കറിയാം, മൈക്ക് സെറ്റ്, അതിനൊക്കെ ആംബുലൻസ്, അതിനൊക്കെ കാറ്ററിങ് പരിപാടികളിലൊക്കെ ഒരാഴ്ചയും 15 ദിവസത്തോളം പുള്ളി ഉറങ്ങാതെ ഓരോ മരണപ്പെട്ട വീടുകളിൽ പോയി ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ കാറ്ററിംഗ് പരിപാടിയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കുകയും ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു. മറ്റുള്ള കാറ്ററിംഗുകാരെ പോലെയല്ല. പുള്ളി ഇപ്പോൾ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 300 പേരെന്ന് പറഞ്ഞാൽ 350 പേർക്കുള്ള ഫുഡാണ് പുള്ളി കരുതുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പ്രസ്ഥാനം പോയിക്കൊണ്ട് പിന്നെ ഇങ്ങനെ പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ട് പൈസകൾ ഒത്തിരി പേര് കൊടുക്കാണ്ടതിന് ചെറിയ പൈസകൾ ഈ പല വീടുകളിലും 50,000 25,000 കൊടുക്കാൻ അങ്ങനെ പലരാകുമ്പോൾ പൈസ കൂടുതലാവൂലേ? പിന്നെ അവരുടെ കൂട്ടുകാരായിട്ട് ഇതിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ല, ഈ പുള്ളിയെ ബിജുവായിട്ട് കമ്പനിയുള്ളത് അറിയാമായിരുന്നോ? അതറിയില്ല. ബിജുവിനെ കണ്ടിട്ടില്ല. ഇല്ലില്ല. പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ അതൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഒത്തിരി ജനങ്ങളിൽ നിന്ന് പുള്ളി ചെറിയ തുകകൾ കിട്ടാൻ എനിക്കറിയാം. 25,000 50,000 ഒക്കെ ആയിട്ട് ഇവിടെ പാവപ്പെട്ട വീടുകളാണ്. എല്ലാവർക്കും അങ്ങനെ സഹായിക്കുക. ഇങ്ങനെ ഒരു പാവപ്പെട്ട വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ 5 സെൻറ്റിൽ ഒരു കുടിൽ കിടക്കുവാണെങ്കിൽ പുള്ളി അവിടെ പോയി ആരെയും വിളിച്ച് പറയും ജോമൻ്റെ നമ്പർ ഇവിടെ ഉള്ളൂ. എല്ലാവർക്കും 25 ചുറ്റുള്ള ജോമൻ്റെ നമ്പറേ ഉള്ളൂ. അപ്പോൾ ജോമനെ വിളിച്ച് പറയും. ജോമൻ ഒന്നിലെ ജോമൻ പോവും, അല്ലെങ്കിൽ ജോമൻ ആരെയും വിടും. അപ്പോൾ അത് മരിച്ച കർമ്മങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും പൈസ ഒരാഴ്ച കഴിയുമ്പോൾ ചിലർ കൊണ്ട് കൊടുക്കാത്ത ഒത്തിരി തുകയുണ്ട് പാവപ്പെട്ട. പിന്നെ ജോമനായിട്ട് ചോദിക്കാത്തല്ലോ, വേറെ വ്യക്തികളാണ് ആ വീട്ടിൽ ചെന്ന് ചോദിക്കുകയും വഴക്കെ ഉണ്ടാക്കുകയും. ഇവിടെ പെരവാസിൽ നടത്തിയിട്ടും പൈസ കൊടുക്കാത്ത വീടുകളൊക്കെ ഉണ്ട്. കല്യാണം നടത്തിയിട്ട് കൊടുക്കാത്ത വീടുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് പുള്ളിയെ കൊണ്ട് നമുക്കറിയാം. കഷ്ടപ്പെട്ടുണ്ടാക്കി പ്രധാന പുള്ളി പ്രവൃത്താന ഭാഗത്ത് വന്ന. ഇവിടെ വന്നിട്ട് ഒരു 30 വർഷത്തോളം അടുത്തായി. ഈ പുള്ളിയുടെ വീട്ടിൽ കടവും ബാധ്യതയായിരുന്നു എന്നൊരു തോന്നലുണ്ടോ? കടമുണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. പിന്നെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒത്തിരി പേര് പുള്ളിനെ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ പുള്ളിയിൽ നിന്ന് ഒത്തിരി പേര് രക്ഷപ്പെടണേ. ഞാനൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ 33 വർഷം ഓടിക്കുന്നത്. പുള്ളിയുടെ ഓട്ടങ്ങളോ കാര്യങ്ങളോ നമ്മളില്ലായിരുന്നു. അങ്ങനെ കാറ്ററിംഗ് ഫുഡും കാര്യങ്ങളും കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഞാനൊന്നും ഓടിയിട്ടില്ല. എന്നാലും പുള്ളീനെ എപ്പോഴും കാണും. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി പലയിടത്തും നോക്കി. ഈ സാമ്പത്തികം ഇങ്ങനെ ജനങ്ങൾ പറ്റിച്ച് ഇങ്ങനെ വലിയ പറ്റിയിരുന്നോ ഞാൻ 25,000 50,000 ഒക്കെ പല വീടുകളിൽ നിന്ന് കൊടുക്കാൻ ചെറിയ 10,000 രൂപ വെച്ച് അങ്ങനെ പാവപ്പെട്ട വീടുകളിൽ നിന്ന് കൊടുക്കാൻ കോളനികളിലെല്ലാം പുള്ളി പരിപാടി നടത്തിക്കുന്നത്. അത് കഴിഞ്ഞും പുള്ളി പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും ഈ ഇപ്പോൾ സാമ്പത്തിക നമുക്കറിയില്ല. ഒത്തിരി പുള്ളി പിടിച്ചു വെക്കണമെന്ന് നോക്കി വന്ന കാലത്തെ പുള്ളി അതുപോലെ എല്ലാവരുമായിട്ട് ആ രീതി ജീവിച്ചതാണ്. എല്ലാവരും ഇവിടെ കടക്കാരും എല്ലാവരും പുള്ളിയിൽ നിന്ന് പുള്ളി ഒരു ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡ് സാധനങ്ങൾ അവിടെ എത്തുമായിരുന്നു, പലചരക്ക് സാധനങ്ങൾ വണ്ടികൾ എത്തുമായിരുന്നു. അപ്പോൾ വണ്ടിയുടെ പൈസ കൊടുക്കാൻ അങ്ങനെയൊന്നും വണ്ടി പൈസ ഒന്നും കൊടുക്കാനുള്ള എല്ലാം ഉണ്ടോ? ഇല്ലല്ലോ. വണ്ടിക്കാശൊന്നും അങ്ങനെ ആരും കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ വണ്ടിക്കാശോ പിന്നെ പൈസയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ അവസാനം കടകളിലൊക്കെ ചെറുതല്ലോ കാണുമായിരിക്കും. അത് ഇത്രയും വലിയ പ്രശ്നം തോന്നില്ലേ. എന്നാണേലും പുള്ളി മാനസികമായിട്ട് പുള്ളി തകർന്നുപോയിട്ടുണ്ട്. ഇല്ല മദ്യപാനം ഇല്ല പുള്ളി ഈ അടുത്ത നാളിൽ മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ട് വല്ലോ. എന്നാലും മാനസികമായിട്ട് പുള്ളി തകർന്നു പോയിട്ടുണ്ട്. പുള്ളി അതുപോലെ പിടിച്ച് പലവിധ വാഹനങ്ങൾ ഓടിച്ചു. എന്നാലും ജോമോനെ പറ്റി ഒരു ക്രൂരതമായ രീതിയിൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. പുള്ളി അത്രമാത്രം ഒരു സാമ്പത്തികമായി ആൾക്കാരെ സഹായിച്ചിട്ടേ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് എനിക്കറിയാം പരിചയത്തിലൊരു ആൾ ക്രൂരനല്ല. പിന്നെ ഈ സാമ്പത്തികത്തിൽ എന്താ ബന്ധങ്ങൾ വന്നതെന്ന് നമുക്കറിയില്ല. അത് ഈ ഒരു 6-7 മാസത്തെ ബന്ധങ്ങളുടെ പുറത്ത് അറിയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ജോമനോട് അടുത്ത ബന്ധമില്ല. ജോമനെ ജസ്റ്റ് ഇന്ന് കാണുന്നു പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. നാട്ടിൽ സാമ്പത്തികമായിട്ട് പുള്ളി എല്ലാവരും സഹായിച്ചിട്ടുള്ളൂ. കാറ്ററിംഗ് രീതിയിലും മൈക്ക് സെറ്റിൻ്റെ രീതിയിലാണെങ്കിലും പന്തലിൻ്റെ രീതിയിലാണെങ്കിലും എല്ലാ പ്രസ്ഥാനങ്ങളും പുള്ളി സഹായിച്ചിട്ടുള്ളൂ. ഇനി എതിർകക്ഷി ഇപ്പോൾ കൊലപാതക സംബന്ധമായിട്ട് അവർ വല്ല സാമ്പത്തികമായിട്ട് കൊടുക്കാനുണ്ടോ ഇല്ലയോ അതും കൃത്യമായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോമോൻ ചോദിച്ചിട്ടുണ്ടോ ഇതൊന്നും അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. നേരത്തെയൊക്കെ ഒരു 10-25 വർഷം മുമ്പ് വരുമ്പോഴൊക്കെ ഇവിടെ ഈ ഏരിയയിൽ ഏറ്റവും നല്ല കാറ്ററിങ്ങും അന്ന് ഇവിടെയൊന്നും അങ്ങനെ കാറ്ററിംഗ് പരിപാടികളില്ല. ഭയങ്കരമായിട്ട് ഈ ചുറ്റുഭാഗത്തുള്ള ജാതിമത ഭേദമന എല്ലാ സ്ഥലത്തും പന്തലും കൊണ്ടുപോയിട്ട് കാറ്ററിംഗ് പരിപാടി എല്ലാം പുള്ളിയായിരുന്നു. ഇടക്കാലം കൊണ്ട് ഒരു 10 വർഷം മുമ്പ് വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. പിന്നെ എന്തുകൊണ്ടോ പുറകോട്ടടിച്ച് കാറ്ററിംഗ് പരിപാടിയെല്ലാം ഇപ്പം ഏകദേശം നിശ്ചലമായി. ഇഷ്ടംപോലെ ബാധ്യതയുണ്ടെന്ന് പറയുന്നു. കടവും കടത്തിൻ്റെ കൂടെ പിന്നെ പുള്ളി വൈഫിന് ക്യാൻസർ ആണെന്ന് പറയുന്നു. അപ്പം അതിൻ്റെയും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും. അങ്ങനെ കമ്പനി കൂടാറുണ്ടെന്നുള്ള ആൾക്കാർ അയലോക്കാരൊക്കെ പറഞ്ഞേക്കാം. കമ്പനി കൂടാറിൻ്റെ പുള്ളിയും കഴിക്കാറുണ്ടാവാം. നമ്മൾ കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ ആൾക്കാർ പറയുന്നുള്ള അറിവുള്ളൂ. പക്ഷേ എങ്കിലും ആൾ വളരെ ഒരു ശാന്തനായിരുന്നു. പിന്നെന്തോങ്കിലും മനുഷ്യൻ്റെ ടെൻഷനല്ലേ. പിന്നെ പുള്ളിയുടെ പല സ്ഥാപനങ്ങളും ജപ്തി ഭീഷണിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് പുള്ളിക്ക് എന്തായാലും ഒരു തകർച്ചയുണ്ട്. ഇപ്പോൾ കാറ്റിങ് വളരെ കുറവാണ്. വളരെ പുള്ളിയുടെ കസേര ആണെങ്കിലും പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളും. കാരണം പൈസ സ്വഭാവമായിട്ട് ടൈറ്റ് നല്ല ടൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ പുള്ളിക്കുണ്ടായിരുന്നു. ഈ കൊലപാതകം അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ കയറി ചെയ്താകാനേ ചാൻസ് ഉണ്ടാവുള്ളൂ. സ്ഥലമൊക്കെ എങ്ങനെയാണ് അവിടെ? സ്ഥലം ഇവിടെ കറക്റ്റ് സ്ഥലം ഇത്ര എങ്ങനെ ഉണ്ടെന്നറിയില്ല. നേരത്തെ നല്ല രീതിയിൽ രക്ഷപ്പെട്ട മനുഷ്യനാണ്. ഇപ്പോൾ 8-10 വർഷം കൊണ്ട് പുറകോട്ടാണ്. പൊതുവിൽ അങ്ങനെ വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്രയും പ്രസ്ഥാനവും കാര്യങ്ങളായിട്ട് അതിൻ്റെ ആയതുണ്ട്. അതല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ വല്ല ഉണ്ടേ ഉള്ളൂ. അല്ല പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ ഈ അവരുടെ ഭാഗത്തുനിന്ന്? ഈ പറഞ്ഞ പോലെ കടവ് ഇപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്കറിയത്തില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അസുഖങ്ങളുണ്ട്. അവർ 2 കൊല്ലം ആയതാ. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പുള്ളിയുടെ കീഴിൽ നിന്ന് ഇവിടെ ഒത്തിരി ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കുകയും ഇവിടെയുള്ള കാറ്ററിംഗ് പ്രസ്ഥാനങ്ങളും അതുപോലെ മണ്ഡപം അങ്ങനെയുള്ള പരിപാടികളെല്ലാം പുള്ളിയുടെ കീഴിൽ നിന്ന് വന്ന പുതിയ ആൾക്കാരാണ്. പുള്ളിയാണ് ഇവിടെ അടിസ്ഥാനമായിട്ടുണ്ടായത്. ഇവിടെ ഈ പുള്ളിനെ സംബന്ധിച്ച് ഇവിടെ വലിയ വിഷയവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അല്ല അതൊക്കെ വല്ലതും ആക്സിഡന്റലി വല്ലതും സംഭവിച്ചെന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ പൈസ കിട്ടാനുണ്ടെങ്കിൽ പുള്ളിയുടെ തരുന്നില്ലേ സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിൽ ചോദിക്കുമല്ലോ. ഭീഷണിപ്പെടുത്തിയെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ആൾക്കാർ രക്ഷപ്പെടും. പല പ്രസ്ഥാനമായിട്ട് രക്ഷപ്പെട്ടു കേറ്ററിംഗ് അങ്ങനെയുള്ള പുള്ളി അല്ലാണ്ട് വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരാളല്ല. ഇതൊക്കെ ഒരു പുള്ളി സമയമോശം കൂട്ടിയാൽ മതി. അതിക്കുള്ള വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു മനോബുദ്ധം ഉണ്ടെന്ന് അതെനിക്കറിയത്തില്ല. അടുത്ത് പരിചയം ഉണ്ടാവും? അല്ല ഞങ്ങൾ അങ്ങനെ ഓട്ടം പോകാറില്ല. പുള്ളിക്ക് വണ്ടി ഉണ്ടല്ലോ. ആണല്ലേ. പുള്ളിയുടെ ബാക്ക് സൈഡോ മറ്റ് ഹിസ്റ്ററികളോ ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ പുതിയതാണ്. മോശം സ്വഭാവം എന്നുള്ളതായിട്ട് അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. ഞങ്ങളെ ഇങ്ങനെ കണ്ടു പരിചയമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വല്ല അടുത്ത പരിചയക്കാരൊന്നും അല്ല. ബാധ്യത ഏതൊക്കെയാലും ബാധ്യതയിലായിരുന്നു. ബിസിനസ്സുകളൊക്കെ തകർന്നു പോയതല്ലേ സാമ്പത്തികപരമായി. കടയിൽ വരുമായിരുന്നു. ജനങ്ങളുമായിട്ട് ഒരു അടുപ്പുള്ള ആൾക്കാരാ. നല്ലവനായിരുന്നു. അവർക്ക് ആൾക്കാർക്ക് ഉപകാരമായിരുന്നു. അത് അറിയില്ല. ജപ്തിയായിരുന്നു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒന്നും കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ ഇവിടെ ആദ്യമായിട്ട് നടത്തിയത് ജോവാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ ഇപ്പോൾ ഈ ഇതിലെങ്ങനെ പെട്ടു എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും ഇല്ല. കാരണം അവൻ എല്ലാവരോടും ചിരിച്ച് കളിച്ച് സോഷ്യലായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ്. പിന്നെ അവരുടെ ഫീൽഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളോടൊക്കെ വളരെ
കോപ്പറേറ്റീവാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവനെപ്പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു അറിവിൽ പന്തലിടാനായിട്ട് പണിക്കാരനായിട്ട് നാട്ടിൽ വന്ന ആളാണ് തൊടുപുഴയിൽ. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് അവൻ്റെ ജീവിതം മുമ്പോട്ട് പോയത്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലൊരു പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ ആരൊക്കെയുണ്ട് പുള്ളിക്ക്? അതിന് ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് തോന്നുന്നു. ഭാര്യയും 2 മക്കളും. ഭാര്യയ്ക്ക് അസുഖമാണ്. ഭാര്യയുടെ ക്യാൻസറാണ് നാക്ക് അണ്ണാക്ക് കെട്ടിക്കോ, നാക്ക് കെട്ടി ഗ്രൈൻഡ് ചെയ്ത് കളയുകയൊക്കെ ചെയ്താൽ അതേ ആ മെഡിക്കൽ സ്റ്റോർ ആ കുട്ടി നടത്തുന്നതാണ്. അവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ജോമോൻ്റെ ഭാര്യ നടത്തുന്ന. ഭാര്യ മറ്റേ അതെ 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 നല്ല അഭിപ്രായം പറയാനുണ്ടായിരുന്നുള്ളൂ എല്ലാ തരത്തിലും നാട്ടിൽ. പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പുള്ളി മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരി തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. എന്തൊരു പൊതുപരമായ സാംസ്കാരികപരമായ എന്ത് കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലും പുള്ളിയുടെ ഒരു പങ്ക് അതിനകത്ത് ഉള്ള ഒരാളാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്കടക്കം കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തൊരു ശത്രുവിനെ ഉണ്ടാക്കരുത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ആരെങ്കിലും മീഡിയേറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇത് പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇത് നാട്ടുകാരുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഏതായാലും 2 പേരും നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലായിരുന്നു. ക്യാൻസറൊക്കെ പിടിച്ചിട്ട് രോഗം ഒക്കെ മൂർച്ഛിച്ച് ധാരാളം കടബാധ്യതകളിൽ പെട്ട് ഉഴലുകയായിരുന്നു. അതൊക്കെ അറിഞ്ഞ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ലോകത്ത് ഒത്തിരി നാളൊന്നും ജീവിക്കാനൊന്നും ഇല്ല. ഈ സമ്പാദിച്ച് വെക്കുന്നതൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് തീരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കാര്യങ്ങളിലുള്ള ക്ഷമ, ഇദ്ദേഹം കാണിച്ച എടുത്തുചാട്ടം, തമ്മിലൊന്ന് പൊരുത്തപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പില്ലായ്മ, ഇതെല്ലാമാണ് ഈ കൊലപാതകത്തിന് കാരണമായത്. ഷൈനിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഷൈനിയുടെ വീട് കാണിച്ചു തരാൻ 100 പേര് നമ്മുടെ കൂടെ വരും. ഷൈനയുടെ ഭർത്താവിൻ്റെ വീട് കാണിച്ചു തരാൻ 100 പേര് വരും. 100 പേര് നമ്മുടെ അഭിപ്രായം പറയാനായിട്ട്, അവരെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം പറയാനായിട്ട് വരും. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞില്ല. അയൽവക്കക്കാരൊന്നും ഇവരുടെ വീട് കാണിച്ചു തരാനോ, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന, നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ കണ്ടത്. ഏതായാലും ഈ സൗഹൃദം തകർത്തത് ഒരു പണമാണ്, ഒരു ഇടപാടാണ്, ഒരു പാർട്ണർഷിപ്പാണ്. അപ്പോൾ ഇത്തരം പാർട്ണർഷിപ്പൊക്കെ ഉള്ളവർ ഇപ്പോൾ ഏത് സമയത്തും, ഒരു പാർട്ണർഷിപ്പ് ഉള്ളവർക്ക് ഏത് സമയത്തും അത് ഉടക്കി പിരിയാനും സംശയങ്ങളുണ്ടാകാനും നമ്മൾ തെറ്റിച്ചെന്നോ അല്ലെങ്കിൽ അവർ തെറ്റിച്ചെന്നോ ഒക്കെയുള്ള പരാതികളുണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടു വേണം പാർട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ. അത്തരം കാര്യങ്ങളുണ്ടായാൽ അത് സൗമ്യമായിട്ട് തീർക്കാൻ എന്താണോ മാർഗം അത് അവലംബിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.